എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ്രവ്യവും പിണ്ഡവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ദ്രവ്യം. എന്താണ് ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതൊന്നിനെയും ദ്രവ്യം എന്ന് പറയാം. നമ്മുടെ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ പദാർത്ഥങ്ങളും വസ്തുക്കളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദ്രവ്യം കൊണ്ടാണ്. ഭൂമിയിൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്രധാനമായും 3 അവസ്ഥകളിലാണ്. വളരെ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ്; ദ്രാവകാവസ്ഥ, ലിക്വിഡ് സ്റ്റേറ്റ്; വാതകാവസ്ഥ, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഒരേ പദാർത്ഥം തന്നെ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ജലത്തിന്റെ ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ് എന്താണ്? ഐസ്, മഞ്ഞുകട്ട. ജലത്തിന്റെ ദ്രാവകാവസ്ഥ നമ്മൾ കുടിക്കാനും കുളിക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ദ്രാവക ജലം, ലിക്വിഡ് വാട്ടർ. എന്താണ് ജലത്തിന്റെ വാതകാവസ്ഥ? നീരാവി, സ്റ്റീം. അപ്പോ ഈ 3 അവസ്ഥകളിലും ഒരേ പദാർത്ഥം തന്നെ കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഒരേ പദാർത്ഥം തന്നെ ഇങ്ങനെ 3 അവസ്ഥകളിൽ കാണപ്പെടുന്നത് എന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും? ഊഷ്മാവിലുള്ള വ്യത്യാസം, താപനിലയിലുള്ള വ്യത്യാസം. ജലം തണുത്തുറഞ്ഞാണ് മഞ്ഞുകട്ട ആകുന്നത്. വളരെ താണ ഊഷ്മാവിൽ ജലം സാന്ദ്രീകരിച്ച് ഖരാവസ്ഥ പ്രാപിക്കും. അതേസമയം അന്തരീക്ഷ ഊഷ്മാവിൽ, താരതമ്യേന വലിയ ഊഷ്മാവിൽ, ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ ഈ ഐസ് ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ ജലത്തെ വീണ്ടും നമ്മൾ ചൂടാക്കി ഉന്നത ഊഷ്മാവിലെത്തിക്കുമ്പോൾ, ഏതാണ്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ജലം തിളയ്ക്കാൻ തുടങ്ങും. അതാണ് ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും. ജലം നീരാവി ആയിട്ട് മാറും, വാതകാവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെ 3 അവസ്ഥകളിൽ പദാർത്ഥങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെയും 3-4 അവസ്ഥകൾ കൂടി ഉണ്ട്. നമുക്കറിയാം 4ാമത്തെ അവസ്ഥ. എന്താണ് 4ാമത്തെ അവസ്ഥ? പ്ലാസ്മാവസ്ഥ. ഭൂമിയിൽ പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ് പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം നിലനിൽക്കുന്നത്? പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രങ്ങളിലും സൂര്യനിലുമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. എന്താ കാരണം? ഇങ്ങനെ സൂര്യനിൽ അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളിൽ പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം നിലനിൽക്കാനുള്ള കാരണം എന്താ? പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം നിലനിൽക്കണമെങ്കിൽ ഉന്നത ഊഷ്മാവ്, അത്യുഗ്രമായ താപനില ആവശ്യമാണ്. ഇത്രയും വലിയ താപനില ഉള്ളത് നക്ഷത്രങ്ങളിലും പിന്നെ എവിടെയാണ്? സൂര്യനിലുമാണ്. ഈ ഉന്നത ഊഷ്മാവിൽ ദ്രവ്യം ഏത്
അവസ്ഥയിലാണ്? ദ്രവ്യത്തിലെ കണികകൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇത്രയും ഉന്നത ഊഷ്മാവിലെത്തുമ്പോൾ അയോണുകളായിട്ടാണ് ദ്രവ്യത്തിന്റെ കണികകൾ പെരുമാറുന്നത്. എന്താണ് അയോണുകൾ? ചാർജുള്ള ആറ്റങ്ങളെയാണ് അയോണുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചാർജ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിൽ ചാർജുണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പൊ നെഗറ്റീവ് അയോണുകളായോ പോസിറ്റീവ് അയോണുകളായോ ആണ് പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഈ അവസ്ഥകളിൽ, ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഈ അവസ്ഥകളിൽ ദ്രവ്യം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആറ്റങ്ങളോ തന്മാത്രകളോ ആയിട്ടാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. ആറ്റങ്ങളുടെ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ തന്മാത്രകളോ ആയിട്ടാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക, അടിസ്ഥാന കണിക ആണ് ആറ്റം. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സവിശേഷതകളോടും കൂടിയ, എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അഥവാ മോളിക്യൂൾ. ഒരു പദാർത്ഥത്തിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് പഞ്ചസാര, ഷുഗർ, നമുക്കറിയാം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ആറ്റങ്ങൾ ചേർന്നാണ് പഞ്ചസാരയുടെ ഒരു തന്മാത്ര ഉണ്ടായിട്ടുള്ളത്. ഈ കാർബണോ ഹൈഡ്രജനോ അല്ലെങ്കിൽ ഓക്സിജനോ പഞ്ചസാരയുടെ ഗുണമുണ്ടോ? ഇല്ല. പഞ്ചസാരയുടെ ഗുണം എന്താണ്? അതിന് ജലത്തിൽ ലയിക്കാൻ കഴിയും, മധുരമുണ്ട്, ക്രിസ്റ്റൽ ആകൃതിയാണ്. ഇതൊക്കെയാണ് പഞ്ചസാരയുടെ ഗുണം. അപ്പൊ പഞ്ചസാരയുടെ ഒരു തന്മാത്രയിൽ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങളുണ്ട്. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സവിശേഷതകളോടും കൂടി ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏതാ ഉത്തരം? തന്മാത്ര. അതുപോലെ തന്നെ ഒരു ഉദാഹരണം കൂടി പറയാം. ജലം. എങ്ങനെയാ ജലതന്മാത്ര ഉണ്ടായിട്ടുള്ളത്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ്. ഈ ഹൈഡ്രജനോ ഓക്സിജനോ ജലത്തിന്റെ യാതൊരു ഗുണവുമില്ല, നമുക്കറിയാം. അപ്പൊ ഈ ആറ്റങ്ങൾ ചേർന്ന്, ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും ചേർന്ന് ഉണ്ടാകുന്ന H2O ജലതന്മാത്ര. അതിനാണ് ജലത്തിന്റെ സവിശേഷതകൾ ഉള്ളത്. 4 അവസ്ഥകളിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. എന്താണ് 5ാമത്തെ അവസ്ഥ? 5ാമത്തെ അവസ്ഥയ്ക്ക് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് പറയുക. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു അവസ്ഥ കൂടിയുണ്ട്, 6th സ്റ്റേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്നാണ് പറയാ. ഫെർമയോണിക് കണ്ടൻസേറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും അടിസ്ഥാന കണിക, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റമാണ്. ഈ ആറ്റത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും ഊഹമുണ്ടോ? ആറ്റത്തിന്റെ വലിപ്പം നമുക്ക് കാണാൻ കഴിയാത്ത, ഊഹിക്കാവുന്നതിനേക്കാളും വളരെ ചെറിയ ഒരു കണികയാണ് ആറ്റം. വളരെയധികം ആറ്റം കണ്ടെത്തി
വളരെയധികം കാലം ആറ്റം ഇൻഡിവിസിബിൾ ആണ്, അതായത് ആറ്റം ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്, ഇൻഡിവിസിബിൾ ആണ് എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ പിന്നീട് പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിനുള്ളിൽ സബറ്റോമിക് പാർട്ടിക്കിൾസ്, ആറ്റത്തിനുള്ളിൽ മറ്റ് കണികകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു. അതെല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഒരു ആറ്റത്തിന്റെ വലിപ്പം, ഒരു ആറ്റത്തിന്റെ ഡയമീറ്റർ, വ്യാസം, പൈക്കോമീറ്റർ എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് അളക്കുന്നത്. ശ്രദ്ധിക്കുക, പൈക്കോമീറ്റർ. എന്താ പൈക്കോമീറ്റർ? നമ്മൾ മില്ലിമീറ്റർ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ മില്ലിമീറ്റർ? ഒരു മീറ്ററിനെ 1000 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഒരു ചെറിയൊരു നീളം, അതാണ് മില്ലിമീറ്റർ. സെന്റിമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മീറ്ററിനെ 100 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നതാണ്. മൈക്രോമീറ്ററും നമുക്കറിയാം. എന്താ മൈക്രോമീറ്റർ? ഒരു മീറ്ററിനെ 10 ലക്ഷം, ദശലക്ഷം കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നതാണ് എന്താ? മൈക്രോമീറ്റർ. അതുപോലെയാണ് പൈക്കോമീറ്റർ. അതായത് ഒരു മീറ്ററിനെ 1ഉം 12 പൂജ്യവും ചേർന്ന സംഖ്യ, ഒന്ന് ഊഹിച്ചു നോക്കുക, അതാണ് പൈക്കോമീറ്റർ. അപ്പൊ ഈ ആറ്റത്തിന്റെ വലിപ്പം പൈക്കോമീറ്റർ ഓർഡറിലാണ് മെഷർ ചെയ്യുന്നത്. ആറ്റത്തിലെ മറ്റ് കണങ്ങൾ, ഇലക്ട്രോണുകൾ, പിന്നെന്തൊക്കെയാ? പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ എന്നിവയാണ്. ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എവിടെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഒരു ആറ്റത്തിന്റെ ചാർജ് എന്താണ്? ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ വൈദ്യുത ചാർജ്. ഒരു ആറ്റം വൈദ്യുതപരമായി ന്യൂട്രലാണ്. ആറ്റത്തിന്റെ ചാർജ് 0 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്താ കാരണം? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളുണ്ട്. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജാണുള്ളത്. ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിലൂടെ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. പിന്നെ എങ്ങനെയാ ആറ്റം വൈദ്യുതപരമായി ന്യൂട്രൽ ആകുന്നത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ അതേ എണ്ണം, തുല്യ എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായതുകൊണ്ട് നെറ്റ് ചാർജ്, പരിണിത ചാർജ്, ആറ്റത്തിന്റെ ആകെ ചാർജ് 0ആണ്. അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രൽ എന്ന് പറയും. ഒരു ആറ്റത്തിന്റെ മാസ് അതിന്റെ വലിപ്പത്തിനനുസരിച്ച്, വളരെ ചെറിയ ആറ്റമുണ്ട്. നമ്മുടെ ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. അതിന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും അതിന് ചുറ്റും ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. പിന്നെ യുറേനിയം, തോറിയം, പ്രോട്ടാക്ടീനിയം തുടങ്ങിയ വലിയ ആറ്റങ്ങളുണ്ട്. അറ്റോമിക സംഖ്യ 100ൽ കൂടുതൽ ഉള്ള ആറ്റങ്ങളും ഉണ്ട്. അപ്പോ ആറ്റത്തിന്റെ മാസ് ഏതാണ്ട് 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം മുതൽ 4.52 ഇൻറ്റു 10⁻⁻25 കിലോഗ്രാം വരെ ഉള്ള റേഞ്ചിലാണ് ആറ്റത്തിന്റെ മാസ്. ആറ്റത്തിനുള്ളിൽ നമ്മളിപ്പോ കണ്ട 3 കണങ്ങൾക്ക് ഉപരിയായി ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ വലിയ പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലെ പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ സബറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടെത്തുകയുണ്ടായി. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ കൂടാതെ മ്യൂൺ, അപ് കോർക്ക്, ആൽഫ പാർട്ടിക്കിൾ, ഡൗൺ കോർക്ക്, സ്ട്രെയിഞ്ച് കോർക്ക്, ആന്റി പ്രോട്ടോൺ, ആന്റി ന്യൂട്രിനോ, ചാം കോർക്ക്, ആന്റി ന്യൂട്രോൺ, റോ മീസോൺ, ആന്റി മ്യൂൺ
ഇതെല്ലാം തന്നെ ആറ്റത്തിലെ സബ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ കുറെയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ദ്രവ്യത്തിന്റെ ഞാൻ പറഞ്ഞ 6 അവസ്ഥകൾ, ആ 6 അവസ്ഥകളും നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഒന്നാമത്തെ അവസ്ഥ സോളിഡ് സ്റ്റേറ്റ്. എന്താണ് സോളിഡ് സ്റ്റേറ്റിന്റെ പ്രത്യേകത, ഖരാവസ്ഥയുടെ പ്രത്യേകത? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അല്ലെ? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പിന്നെയോ നിശ്ചിത വ്യാപ്തമുണ്ട്. പിന്നെ എന്താണ്? സമയത്തിനനുസരിച്ച് ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഈ സോളിഡ് സ്റ്റേറ്റിൽ തന്മാത്രകളുടെ പ്രത്യേകത എന്താണ്? തന്മാത്രകളുടെ ക്രമീകരണത്തിലുള്ള പ്രത്യേകത എന്താണ്? തന്മാത്രകളെല്ലാം തന്നെ ക്ലോസ്ലി പാക്ഡ് ആണ്. ക്ലോസ്ലി പാക്ഡ്, അതായത് വളരെയധികം ഞെങ്ങി ഞെരുങ്ങി സ്ഥിതി ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ തന്മാത്രകൾ ഞെങ്ങി ഞെരുങ്ങി സ്ഥിതി ചെയ്യുന്നത്? തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അകലം വളരെ കുറവും. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടിയത് കൊണ്ട് അകലം വളരെ കുറവാണ്. ഈ തന്മാത്രകൾക്ക്, ഖരാവസ്ഥയിലെ തന്മാത്രകൾക്ക് സ്ഥാനാന്തര ചലനമില്ല. തന്മാത്രകൾ അതിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് കമ്പന ചലനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വൈബ്രേഷണൽ മോഷൻ, കമ്പന ചലനം. അതുകൊണ്ട് തന്നെ ഖരാവസ്ഥയിലെ തന്മാത്രകൾക്ക് ഗതികോർജം, കൈനറ്റിക് എനർജി വളരെ കുറവാണ്. ഗതികോർജം വളരെ കുറവാണ്. സോളിഡ്സിന്, ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് മറ്റെന്തൊക്കെ സവിശേഷതകളാണുള്ളത്? അതിന്റെ ദൃഢത. ഒന്ന്, ഖരാവസ്ഥയിലുള്ള വസ്തുവിന്റെ ദൃഢത തന്നെയാണ്. പിന്നൊരു സവിശേഷത, അതിന്റെ ഉപരിതലത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിന് എതിരെ ഒരു പ്രതിരോധം, സ്ഥിരമായ പ്രതിരോധം ഉളവാക്കാൻ ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് സാധിക്കും. ഏതൊരു ഖരാവസ്ഥയിലുള്ള വസ്തുവിന്റെ ഉപരിതലത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിനെതിരെ ഒരു പ്രതിരോധം ഉളവാക്കാൻ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് സ്ഥിരമായി സാധിക്കുന്നു. അത് തന്നെയാണ് സോളിഡ്സിനെ മറ്റവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ്? പാർട്ടിക്കിൾസ്, അതായത് കണികകൾ, തന്മാത്രകൾ വളരെയധികം അടുത്ത് സ്ഥിതി ചെയ്യുന്നു. നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത മെൽറ്റിംഗ് പോയിന്റ്. എന്താ മെൽറ്റിംഗ് പോയിന്റ്? ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ആ നിശ്ചിത ഊഷ്മാവ്, അതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ്രവണാങ്കം, അതാണ് മെൽറ്റിംഗ് പോയിന്റ്. ഹൈ ഡെൻസിറ്റി. സോളിഡ് സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങൾക്ക് ഡെൻസിറ്റി വളരെ കൂടുതലാണ്, സാന്ദ്രത വളരെ കൂടുതലാണ്. ഇൻകംപ്രസിബിലിറ്റി, അതായത് നമുക്ക് മർദ്ദം പ്രയോഗിച്ച് അതിന്റെ വോളിയം കുറയ്ക്കാൻ സാധിക്കത്തില്ല. ഒരു ഖരാവസ്ഥയിലുള്ള വസ്തുവിനെ മർദ്ദം പ്രയോഗിച്ച്, പ്രഷർ ചെലുത്തി അതിന്റെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കത്തില്ല. ലോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. എന്താ ഈ ഡിഫ്യൂഷൻ? ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകൾക്കിടയ്ക്ക് മറ്റ് പദാർത്ഥത്തിലെ തന്മാത്രകൾ കടന്നിരിക്കുന്ന ആ പ്രോസസ്, അതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു തുള്ളി നീലം ഒഴിച്ചാൽ, ഒരു തുള്ളി ഉജാല ഒഴിച്ചു കഴിഞ്ഞാൽ, ഉജാലയിലെ തന്മാത്രകൾ
ജലതന്മാത്രകൾക്കിടയിലേക്ക് കടന്നുപോകും. ആ ഗ്ലാസ്സിലെ ജലം മുഴുവൻ നീല നിറത്തിലേക്ക് മാറും. ഇങ്ങനെ ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകൾ മറ്റൊരു പദാർത്ഥത്തിന്റെ തന്മാത്രകൾക്കിടയിലേക്ക് കടന്നിരിക്കുന്ന, വ്യാപിക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലെ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഫ്യൂഷൻ വളരെ കുറവാണ്. നമ്മളൊരു തടിക്കട്ട അല്ലെങ്കിൽ ഒരു ലോഹ കഷണം അല്ലെങ്കിൽ ഒരു പാറ കഷണം, കരിങ്കല്ല് കഷണം, അതിന് പുറത്ത് ഒരു തുള്ളി മഷി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മഷിയുടെ തന്മാത്രകൾ അതിനുള്ളിലേക്ക് ഒരിക്കലും വ്യാപിക്കത്തില്ല. അതാണ് ഡിഫ്യൂഷൻ കുറവെന്ന് പറഞ്ഞത്. ഈ ഖരാവസ്ഥയിലുള്ള വസ്തുക്കളെ പല തരത്തിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ക്രിസ്റ്റലാകൃതിയുള്ള സോളിഡ്സ്, പിന്നെയോ അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ തന്നെ മോളിക്കുലാർ സോളിഡ്സ്, നെറ്റ്വർക്ക് സോളിഡ്സ്, അയോണിക് സോളിഡ്സ് എന്നും വേർതിരിച്ചിട്ടുണ്ട്. മെറ്റാലിക് സോളിഡ്സ് ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, മെറ്റാലിക് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ തന്നെ മോളിക്കുലാർ സോളിഡ്സ്, നെറ്റ്വർക്ക് സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അമോർഫസ് സോളിഡ്സിന്റെ പ്രത്യേകത എന്താ? സോളിഡ്സിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്, ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. അമോർഫസ് സോളിഡ്സിന്റെ പ്രത്യേകത, അമോർഫസ് എന്ന വാക്കിന്റെ അർത്ഥം പൊടിയുന്ന സ്വഭാവം എന്നാണ്. അതായത് തന്മാത്രകൾ ഒരു നിശ്ചിത പാറ്റേണിൽ, ഒരു നിശ്ചിത ക്രമത്തിൽ വിന്യസിച്ചിരിക്കാത്ത സോളിഡ്സിനെയാണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, മെറ്റാലിക് ഗ്ലാസസ്, പോളിമേഴ്സ്. ഗ്ലാസിന് ദൃഢതയുണ്ട്, പക്ഷെ അത് പൊട്ടുന്ന അല്ലെങ്കിൽ ഉടയുന്ന സ്വഭാവം ഉള്ളതാണ്. അങ്ങനെയുള്ളവയാണ് അമോർഫസ് സോളിഡ്സ്. ഇനി നമുക്ക് ലിക്വിഡ്സിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്യാം. ലിക്വിഡ്സ്, ദ്രാവകങ്ങൾ. എന്താണ് ദ്രാവകത്തിന്റെ പ്രത്യേകത? ദ്രാവകത്തിന് നിശ്ചിത വ്യാപ്തമുണ്ട്, പക്ഷേ നിശ്ചിത ആകൃതിയില്ല, ഷേപ്പില്ല. ഏത് പാത്രത്തിലാണോ, ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഒരു ദ്രാവകത്തെ എടുക്കുന്നത്, ആ പാത്രത്തിന്റെ ആകൃതി ആണ് ഈ ദ്രാവകം കൈക്കൊള്ളുക. 1 ലിറ്റർ ജലം നമ്മൾ ഒരു സിലിണ്ടർ ആകൃതിയുള്ള ഒരു വെസലിൽ, ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ സിലിണ്ടർ ആകൃതി കിട്ടും. ചതുരാകൃതിയുള്ള ഒരു വെസലിൽ, ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ അതിന് ചതുരാകൃതി കിട്ടും. ഒരു കുടത്തിൽ ആണ് ഒഴിച്ചു വയ്ക്കുന്നതെങ്കിൽ ആ ദ്രാവകത്തിന്, ഏത് ദ്രാവകമായാലും, ജലമാണെങ്കിൽ ജലം, പാലാണെങ്കിൽ പാല്, അതിന് ആ കുടത്തിന്റെ ആകൃതിയാണ് കിട്ടുക. ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്മാത്രകളുടെ ക്രമീകരണം എങ്ങനെയാണ്? ഖരാവസ്ഥയിൽ ഉള്ളതിനേക്കാൾ തന്മാത്രകൾ അകന്നിരിക്കുന്നു. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, തന്മാത്രകൾക്ക് ഖരാവസ്ഥയിലെ വസ്തുക്കളെക്കാൾ കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉണ്ട്. സ്ഥാനാന്തര ചലനമുണ്ട്. ഖരാവസ്ഥയിലെ തന്മാത്രകൾക്ക് കമ്പന ചലനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദ്രാവകാവസ്ഥയിലെ തന്മാത്രകൾക്ക് സ്ഥാനാന്തര ചലനമുണ്ട്. അവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഈ സ്ഥാനാന്തര ചലനം
ദ്രാവകത്തിന്റെ ഉപരിതലം വരെ മാത്രം. ഉപരിതലം കഴിഞ്ഞ് ഈ തന്മാത്രകൾക്ക് ചലിക്കണമെങ്കിൽ കൂടുതൽ ഊർജം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ തന്മാത്രകൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുമ്പോൾ മാത്രമാണ് ആ ഉപരിതലം വിട്ട് പുറത്തേക്ക് ഈ തന്മാത്രകൾക്ക് വരാൻ സാധിക്കുന്നത്. അപ്പൊ തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. അകലം കൂടുന്നു എന്ന് പറഞ്ഞാൽ ആകർഷണ ബലം കുറവാണെന്നർത്ഥം. ഉപരിതലം വരെ ചലിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഗതികോർജവും കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ദ്രാവകാവസ്ഥയിലെ തന്മാത്രകൾ വളരെയധികം ഖരാവസ്ഥയിലെ തന്മാത്രകളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ചലിക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തു. ഈ ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾ ഇൻകംപ്രസിബിൾ ആണ്. ആ പ്രത്യേകത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വാഹനങ്ങളിൽ ബ്രേക്ക് ഫ്ലൂയിഡായി പ്രത്യേകതരം ദ്രാവകങ്ങളെ ഉപയോഗിക്കുന്നത്. ആ ദ്രാവകങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നോൺ വോളറ്റൈൽ, അതായത് എളുപ്പം ബാഷ്പീകരിക്കാത്ത ദ്രാവകത്തെയാണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡായിട്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അത് ഈ ദ്രാവകങ്ങൾ ഇൻകംപ്രസിബിൾ ആണ്. അതായത് ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളെ പോലെ പ്രഷർ ചെലുത്തി മർദ്ദം പ്രയോഗിച്ച് വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, ഖരാവസ്ഥയിൽ ഡിഫ്യൂഷൻ തീരെ കുറവായിരുന്നു. ഡിഫ്യൂഷൻ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ദ്രാവകാവസ്ഥയിൽ ഡിഫ്യൂഷൻ തോത് താരതമ്യേന കൂടുതലാണ്. അതായത് ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകൾക്ക് ഈ ദ്രാവകാവസ്ഥയിലെ പദാർത്ഥത്തിന്റെ തന്മാത്രകൾക്കിടയിലേക്ക് കടന്നു പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഉപ്പ്, പഞ്ചസാര തുടങ്ങിയവ ദ്രാവകങ്ങളിൽ നമ്മുടെ ചായയിലും ബ്ലാക്ക് ടീയിലും ഒക്കെ ലയിപ്പിച്ച് എടുക്കാൻ സാധിക്കുന്നത്. ഡിഫ്യൂഷൻ കൂടുതലാണ്. ലിക്വിഡ്സിന് മറ്റെന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ലിക്വിഡ്സ് ചില സവിശേഷ ബലങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് പ്ലവക്ഷമ ബലം. എന്താണ് ഈ പ്ലവക്ഷമ ബലം? ബോയന്റ് ഫോഴ്സ്, പ്ലവക്ഷമ ബലം. ഒരു വലിയ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതുക. ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി നന്നായി അടച്ച് ആ പാത്രത്തിലെ ജലത്തിന്റെ ഏറ്റവും അടിത്തട്ട് വരെ കൊണ്ടുപോയിട്ട് കൈവിട്ട് നോക്കൂ. എന്താ കാണുക? ഈ പ്ലാസ്റ്റിക് കുപ്പി വളരെ വേഗത്തിൽ മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു ബോൾ ജലത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കൈവിട്ടാൽ ആ ബോൾ വളരെ വേഗത്തിൽ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ദ്രാവകം അതിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിന്മേൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കും. ആ വസ്തുവിന്റെ ഭാരത്തിനെതിരെ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നു. അങ്ങനെയാണ് വസ്തുക്കൾക്ക് ആ ബലത്തിന് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. വസ്തുക്കൾക്ക് ഭാരം ലഭിക്കുന്നത് അങ്ങനെയാണ്. ആ ഭാരത്തിനെതിരെ എല്ലാ ദ്രാവകങ്ങളും മുകളിലേക്കൊരു ബലം പ്രയോഗിക്കും. ഇങ്ങനെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങിയിരുന്നാൽ മുകളിലേക്ക് അതിന്റെ ഭാരത്തിനെതിരെ ഒരു ബലം പ്രയോഗിക്കാനുള്ള ഒരു ദ്രാവകത്തിന്റെ കഴിവിനെയാണ് പ്ലവക്ഷമത എന്ന് പറയുന്നത്. അങ്ങനെ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം, ബോയന്റ് ഫോഴ്സ്.
ഈ ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ഒരു ദ്രാവകം പ്രയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടും. ഒരു വസ്തുവിന്റെ യഥാർത്ഥ ഭാരം നമ്മൾ കണക്കാക്കുന്നത് വായുവിലുള്ള ഭാരമായിട്ടാണ്. വായുവിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരമാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഭാരം. ജലത്തിലേക്ക് മുക്കി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ദ്രാവകത്തിലേക്ക് മുക്കി വയ്ക്കുമ്പോൾ ഈ പ്ലവക്ഷമ ബലം ഭാരത്തിനെതിരെ അനുഭവപ്പെടുന്നത് കൊണ്ട് ആ വസ്തുവിന് ഭാരം കുറഞ്ഞതായി തോന്നും. അതാണ് ഭാരനഷ്ടം എന്ന് നമ്മൾ പറഞ്ഞത്. ഈ പ്ലവക്ഷമ ബലം എല്ലാ ദ്രാവകങ്ങൾക്കും ഒരുപോലെയല്ല. വ്യത്യസ്ത ദ്രാവകങ്ങളുടെ പ്ലവക്ഷമ ബലം വ്യത്യസ്തമാണ്. കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ ഒരു പരീക്ഷണം ചെയ്തത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ കുട്ടികൾ ഇപ്പോഴും ചെയ്യുന്ന ഒരു പരീക്ഷണമാണ്. 2 ഗ്ലാസുകൾ, അതിൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ഗ്ലാസ്സിൽ ഒരു മുട്ട ജലോപരിതലത്തിൽ വെക്കുമ്പോൾ മുട്ട സാവധാനം താഴ്ന്ന് ആ ഗ്ലാസിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. രണ്ടാമത്തേതിലേക്ക് മുട്ട വയ്ക്കുമ്പോൾ മുട്ട ജലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ്. വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ഒരു പരീക്ഷണം കൂടിയാണ്. രണ്ടിലും ജലമാണുള്ളത്. എന്താണ് കാരണം? ഒന്നാമത്തേതിൽ ശുദ്ധജലം, രണ്ടാമത്തേതിൽ ഉപ്പ് വെള്ളം. ഉപ്പ് നന്നായി ലയിപ്പിച്ച് ചേർത്ത ജലമാണ് രണ്ടാമത്തെ ഗ്ലാസ് ടംബ്ലറിൽ ഉള്ളത്. അപ്പൊ ഉപ്പ് ലയിപ്പിച്ച് ചേർത്തപ്പോൾ എന്ത് സംഭവിച്ചു? മുട്ട ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതായത് അവിടെ പ്ലവക്ഷമ ബലം കൂടി. ശുദ്ധജലത്തേക്കാൾ പ്ലവക്ഷമ ബലം കൂടുതലാണ് മറ്റേതെങ്കിലും വസ്തുക്കൾ ലയിച്ചു ചേർന്നിട്ടുള്ള, ഏതെങ്കിലും ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ള ജലത്തിൽ. ഇപ്പൊ ഉപ്പ് വെള്ളം കൂടുതലായി കാണപ്പെടുന്നത് കടലിലാണ്. കടലിൽ കറിയുപ്പ്, കോമൺ സാൾട്ട് എന്നുള്ള ലവണത്തിന് പുറമെ മറ്റു പല ലവണങ്ങളും ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാന്ദ്രത കൂടുതലാണ്. കടൽ വെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടിയ ജലത്തിന് പ്ലവക്ഷമ ബലവും കൂടുതലാണ്. അതുകൊണ്ടാണ് മുട്ട പൊങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ചാവുകടൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡെഡ് സീ. ആ ഡെഡ് സീയിൽ നമ്മൾ ഇറങ്ങിയാൽ അതിൽ മുങ്ങിപ്പോകത്തില്ല. അതിന്റെ ഉപരിതലത്തിൽ നമുക്ക് കിടക്കാൻ സാധിക്കും, ഇരിക്കാൻ സാധിക്കും, കിടന്നുകൊണ്ട് പത്രം വായിക്കാൻ സാധിക്കും. എന്താ കാരണം? കൂടുതൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട് ചാവുകടലിലെ വെള്ളത്തിൽ. അവിടെ ഓരോ ലിറ്റർ ജലം നമ്മൾ പരിശോധിച്ചാൽ ഉപ്പിന്റെ അംശം, കോമൺ സാൾട്ടിന്റെ, കറിയുപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. ഏതാണ്ട് 1 കിലോഗ്രാം ജലത്തിൽ, ചാവുകടലിലെ 1 കിലോഗ്രാം ജലത്തിൽ 342 ഗ്രാം ഉപ്പ് ലയിച്ചു ചേർന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ 34.2% എന്ന് പറയാം. 34.2% സാൾട്ട് അതിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പൊ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത ദ്രാവകങ്ങൾ വ്യത്യസ്ത പ്ലവക്ഷമ ബലം കാണിക്കുന്നു. സാന്ദ്രതയ്ക്ക് വ്യത്യാസം ഉണ്ടാവുമ്പോൾ പ്ലവക്ഷമ ബലത്തിലും വ്യത്യാസം ഉണ്ടാവുന്നു. സാന്ദ്രത കൂടിയ ദ്രാവകത്തിന് കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോ ദ്രാവകത്തിന്റെ സാന്ദ്രത ഒരു ഘടകം. പിന്നെ ഒരു ഘടകമോ? മുങ്ങിയിരിക്കുന്ന വസ്തുവിന്റെ സ്വഭാവം.
1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ പൊക്കവുമുള്ള ഒരു തെർമോകോൾ കഷണം, അത്രയും തന്നെ വീതി നീളമുള്ള ഒരു പാറ കഷണവും നമ്മൾ ജലത്തിലേക്ക് ഇട്ട് നോക്കുക, എന്താ സംഭവിക്കുക? തെർമോകോൾ കഷണം ഉയർന്നിരിക്കും അല്ലെ, ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. അതേസമയം പാറ കഷണം എന്ത് ചെയ്യും? അത് മുങ്ങിപ്പോകും. അപ്പോ പ്ലവക്ഷമ ബലം, ഒരേ ദ്രാവകത്തിലാണ് രണ്ടും നമ്മൾ ഇട്ടത്, പക്ഷെ തെർമോകോൾ കഷണം പൊങ്ങിക്കിടക്കുകയും പാറ കഷണം താഴ്ന്നു പോവുകയും ചെയ്യും. ഇത് ചെറിയ ഒരു തെർമോകോൾ കഷണമായാലും പാറ കഷണമായാലും ഇതേ കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ മുങ്ങിയിരിക്കുന്ന വസ്തുവിന്റെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ഏതെങ്കിലും ഘടകമുണ്ടോ? ഉണ്ട്. ഒരു നാണയം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? അത് താഴ്ന്നു പോകും. ഒരു കപ്പൽ കടലിൽ എത്രയെങ്കിലും ടൺ, ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള കപ്പലുകളുണ്ട്. ഈ കപ്പൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ലല്ലോ, കടലിൽ താഴ്ന്നു പോകുന്നില്ലല്ലോ. എന്തായിരിക്കും കാരണം? ഒരു ചെറിയൊരു പരീക്ഷണം പറയാം. ഒരു നാണയം വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകും. നമ്മൾ വീട്ടിൽ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു നാണയം ഇട്ടാൽ താഴ്ന്നു പോകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് പാടെ ജലോപരിതലത്തിൽ വെച്ചാലോ അത് പൊങ്ങിക്കിടക്കും. എന്താ കാരണം? അതേസമയം ഈ പ്ലേറ്റിനെ നമ്മൾ ഒരു ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് മടക്കി ഒരു ചെറിയൊരു കഷണമാക്കി വെള്ളത്തിലിട്ടാലോ അത് താഴ്ന്നു. പ്ലേറ്റ് ആയിരിക്കുമ്പോൾ അത് പൊങ്ങിക്കിടക്കും. അതായത് ഏതൊരു വസ്തു ജലത്തിലേക്ക് ഇട്ടാലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ജലത്തിന്റെ നിരപ്പ് അല്പം ഉയരുന്നതായിട്ട് കാണാം. ഒരു കവിഞ്ഞൊഴുകും പാത്രത്തിലാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നതെങ്കിൽ കുറച്ച് ജലം പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന ജലത്തെ നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട വസ്തു ആദേശം ചെയ്ത ജലം എന്ന് പറയും. ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളുക. ഇവിടെ ഈ പ്ലേറ്റിനെ നമ്മൾ മടക്കി ചുറ്റിക ഉപയോഗിച്ച് മടക്കി ചെറുതാക്കി വെള്ളത്തിലേക്ക് ഇടുമ്പോൾ, ചെറുതാക്കി കഴിയുമ്പോൾ അതിന്റെ വ്യാപ്തം വളരെ കുറവാണ്. അതേസമയം പ്ലേറ്റ് ആയിരിക്കുമ്പോൾ അതിന്റെ വ്യാപ്തം കൂടുതലാണ്. അപ്പൊ പ്ലേറ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യാപ്തം കൂടിയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ജലത്തെ ആദേശം ചെയ്യും. അടിച്ചു മടക്കി ഒരു ചെറിയ കഷണമാക്കി മാറ്റുമ്പോൾ അതിന് വളരെ കുറഞ്ഞ ഭാഗം ജലത്തെ ആദേശം ചെയ്യാനേ സാധിക്കുന്നുള്ളൂ, പുറന്തള്ളാനേ സാധിക്കുന്നുള്ളൂ. അപ്പൊ കൂടുതൽ ജലത്തെ ആദേശം ചെയ്യപ്പെടുമ്പോൾ അതിന് പ്ലവക്ഷമ ബലം കൂടുതൽ അനുഭവപ്പെടുകയും അത് ദ്രാവകോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പൊ ഒരു വലിയൊരു കപ്പൽ, വലിയൊരു ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രയെങ്കിലും ടൺ കണക്കിന് ജലത്തെയാണ് ആദേശം ചെയ്യുക. അതിന്റെ ആകെ വ്യാപ്തത്തെക്കാൾ കൂടുതൽ ഭാഗം ജലത്തെ ആദേശം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടത് പൊങ്ങിക്കിടക്കുന്നു. അപ്പോ ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, ദ്രാവകത്തിന്റെ സ്വഭാവം; മുങ്ങിയിരിക്കുന്ന വസ്തുവിന്റെ സ്വഭാവം; മൂന്ന്, മുങ്ങിയിരിക്കുന്ന വസ്തുവിന്റെ വ്യാപ്തം. അതുപോലെ തന്നെ ദ്രാവകങ്ങൾക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത്
ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ, ഒരു വെസലിൽ ഒരു ദ്രാവകം എടുത്തതിന് ശേഷം ആ പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു മർദ്ദം പ്രയോഗിച്ചാൽ ഈ പ്രയോഗിക്കുന്ന മർദ്ദം ആ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായി വ്യാപിക്കപ്പെടും. ഇത് പാസ്കൽ എന്നൊരു ശാസ്ത്രജ്ഞൻ ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പൊ ഈ നിയമത്തെ പാസ്കൽ നിയമം എന്നാണ് പറയുക. ഇടുങ്ങിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഒരു ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബലം പ്രയോഗിച്ചാൽ, മർദ്ദം പ്രയോഗിച്ചാൽ, ആ മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായി വ്യാപിക്കപ്പെടുന്നു. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ഉപകരണങ്ങളെല്ലാം, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് എലിവേറ്ററുകൾ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. JCB, വലിയ ക്രെയിനുകൾ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ ലഘുവായിട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ഒരു പേസ്റ്റ് നിറഞ്ഞിരിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കുക. നമ്മൾ എവിടെയാ മർദ്ദം പ്രയോഗിക്കുന്നത്? അതിന്റെ ഏറ്റവും ചുവട്ടിൽ, അല്ലേ? ഏറ്റവും ഒരറ്റത്താണ് മർദ്ദം പ്രയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് പേസ്റ്റ് അതിന്റെ മൗത്തിൽ നിന്ന്, വായ് ഭാഗത്തു നിന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ ചുവട്ടിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിലെല്ലാ സ്ഥലത്തും വ്യാപിക്കപ്പെടുകയാണ്. ഈ പേസ്റ്റിന്റെ ഏതെങ്കിലും, ആ പേസ്റ്റ് കവറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൊട്ടുസൂചി കൊണ്ട് ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും മർദ്ദം പ്രയോഗിച്ചാൽ മതി, ആ ഹോൾ വഴി പേസ്റ്റ് പുറത്തേക്ക് വരും. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ സിറിഞ്ച്, ഇഞ്ചക്ഷൻ സിറിഞ്ച്. ആ സിറിഞ്ച് മെഡിസിൻ എടുത്ത ശേഷം അതിന്റെ ഏറ്റവും പിറകിലാണ് മർദ്ദം കൊടുക്കുക. പക്ഷെ ആ മെഡിസിൻ ആ നീഡിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരും. ഇതാണ് പാസ്കൽ നിയമം. ഇടുങ്ങിയ ഒരു ഭാഗത്തിരിക്കുന്ന, ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിരിക്കുന്ന ഒരു ദ്രാവകത്തിന്മേൽ മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം എല്ലായിടത്തും തുല്യമായി വ്യാപിക്കപ്പെടുന്നു. അപ്പൊ ഇതും ദ്രാവകങ്ങളുടെ ഒരു സവിശേഷതയാണ്. ദ്രാവകങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കേശികത്വം, ക്യാപ്പിലാരിറ്റി. എന്താണ് ഈ ക്യാപ്പിലാരിറ്റി? വളരെ ചെറിയ വ്യാസമുള്ള കുഴലുകളിലൂടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ചുകൊണ്ട് ദ്രാവകങ്ങൾക്ക് മുകളിലേക്ക് ഉയരാൻ സാധിക്കും. ഒരു നേർത്ത സ്ഫടിക കുഴൽ, ഉദാഹരണത്തിന് ഒഴിഞ്ഞ ഒരു റീഫിൽ നമ്മൾ ജലത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ റീഫിലിനുള്ളിൽ ജലം മുകളിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഭൂഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ചുകൊണ്ട് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരാനുള്ള ഒരു ദ്രാവകത്തിന്റെ കഴിവാണ് ക്യാപ്പിലാരിറ്റി, അല്ലെങ്കിൽ ക്യാപ്പിലറി റൈസ്, കേശിക ഉയർച്ച. കേശിക താഴ്ചയും ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട്. കേശിക താഴ്ച സംഭവിക്കുന്ന ഒരു ദ്രാവകമാണ്, ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ആണ് മെർക്കുറി. മെർക്കുറിയിൽ ഒരു റീഫില്ലോ അല്ലെങ്കിൽ ഒരു സ്ഫടിക കുഴലോ മുക്കി വെച്ചാൽ ആ കുഴലിനുള്ളിൽ മെർക്കുറിയുടെ നിരപ്പ് താഴും. ഇതാണ് കേശിക
താഴ്ച. അപ്പൊ കേശിക ഉയർച്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു, കേശിക താഴ്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കേശിക ഉയർച്ചയ്ക്കും കേശിക താഴ്ചയ്ക്കും കാരണം അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ദ്രാവക തന്മാത്രകൾക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലെ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്ന വിവിധ തന്മാത്രകൾക്കിടയ്ക്ക് ഉണ്ടാകുന്ന രണ്ട് ബലങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഒന്ന് കൊഹീഷൻ ബലം, കൊഹീഷൻ ഫോഴ്സ്. രണ്ട് അഡ്ഹഷൻ ഫോഴ്സ്, അഡ്ഹസീവ് ഫോഴ്സ്. എന്താണ് ഈ കൊഹീഷൻ ബലം? ഒരേ ഇനം, കോ എന്ന വാക്ക് പ്രയോഗിക്കുന്നത് തന്നെ സെയിം എന്നുള്ള മീനിങ്ങിലാണ്. കൊഹീഷൻ, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം. അപ്പൊ എന്താ ഉദാഹരണം? ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, തടിയിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഒരു ചോക്ക് കഷ്ണത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഇതെല്ലാം തന്നെ കൊഹീഷൻ ബലമാണ്. എന്നാൽ പിന്നെ അഡ്ഹീഷൻ ബലമോ? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. ഉദാഹരണം പറയാമോ? ബ്ലാക്ക് ബോർഡിലെ തന്മാത്രകളും ചോക്ക് തന്മാത്രകളും തമ്മിലുള്ള ആകർഷണ ബലം, വ്യത്യസ്ത ഇനം തന്മാത്രകൾ. പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ പേപ്പറിലെ തന്മാത്രകളും ഇങ്ക് തന്മാത്രകളും മഷിയിലെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണ ബലം, അതാണ് അഡ്ഹീഷൻ ബലം. വാൾ പെയിന്റ് ചെയ്യുമ്പോൾ, ചുമര് പെയിന്റ് ചെയ്യുമ്പോൾ ചുമരിലെ തന്മാത്രകളും പെയിന്റിലെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണ ബലം, അതാണ് അഡ്ഹീഷൻ ബലം. തുണികളിൽ ചായം പിടിപ്പിക്കുമ്പോൾ വിവിധ വർണ്ണങ്ങൾ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഈ അഡ്ഹീഷൻ ബലത്തിന്റെ പരിണിത ഫലമാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റീഫിൽ, ഒഴിഞ്ഞ റീഫിൽ ജലത്തിൽ മുക്കി വച്ചാൽ ജലം ആ റീഫിലിനുള്ളിലൂടെ മുകളിലേക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ രണ്ട് വസ്തുക്കൾ, ജലവും ഈ റീഫിൽ പ്ലാസ്റ്റിക് വസ്തുവാണ്. രണ്ട് തന്മാത്രകൾ, ജലതന്മാത്രയും ഈ പ്ലാസ്റ്റിക്കിലെ തന്മാത്രയും. അത് തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്. ഏതിനേക്കാൾ? ജലതന്മാത്രകൾ തമ്മിലുള്ള കൊഹീഷൻ ബലത്തേക്കാൾ. അപ്പൊ അഡ്ഹീഷൻ ബലം കൂടുമ്പോൾ കേശിക ഉയർച്ച ഉണ്ടാവും. ജലതന്മാത്രകളും ഈ പ്ലാസ്റ്റിക് റീഫില്ലിലെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണ ബലം ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ജലം ആ ചെറിയ കുഴലിനുള്ളിലൂടെ മുകളിലേക്ക് ഉയർന്നത്. അവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അഡ്ഹീഷൻ ബലം കൂടുതലാണെങ്കിൽ മാത്രമാണ് ദ്രാവകങ്ങൾക്ക് മറ്റൊരു പ്രതലത്തെ നനയ്ക്കാൻ സാധിക്കുന്നത്. അഡ്ഹീഷൻ ബലം കൂടിയ ദ്രാവകങ്ങൾക്ക് മാത്രം. അഡ്ഹീഷൻ ബലം ആരുമായിട്ടാണ്? സമ്പർക്കത്തിലിരിക്കുന്ന വസ്തുവുമായി. അഡ്ഹീഷൻ ബലം കൂടുതലാണെങ്കിൽ മാത്രമേ ഈ ദ്രാവകം ആ പദാർത്ഥത്തിൽ പറ്റിപ്പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ജലത്തിന് മറ്റ് പദാർത്ഥങ്ങളെ നനയ്ക്കാൻ സാധിക്കുന്നത്. അതേസമയം മെർക്കുറി, ലിക്വിഡ് മെറ്റൽ, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി. 100 വർഷമോ 200 വർഷമോ മെർക്കുറി ഒരു ബോട്ടിലിൽ വച്ചതിന് ശേഷം നമ്മൾ ഈ മെർക്കുറിയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെന്ന് വിചാരിക്കുക. ഒരു ചെറിയൊരു ഡ്രോപ്പ് പോലും ഈ ബോട്ടിലിനുള്ളിൽ അവശേഷിക്കത്തില്ല. മെർക്കുറിയുടെ ചെറിയൊരു ഡ്രോപ്പ് പോലും. അതായത്
മെർക്കുറിയിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ്. ഏതിനേക്കാൾ? മെർക്കുറിയിലെ തന്മാത്രകളും ഈ ബോട്ടിലിലെ തന്മാത്രകളും തമ്മിലുള്ള അഡ്ഹീഷൻ ബലത്തേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മെർക്കുറി ഒരിക്കലും ഒരു പ്രതലത്തെ നനയ്ക്കത്തില്ല, ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിക്കത്തില്ല. അതുകൊണ്ടാണ് മെർക്കുറിക്ക് കേശിക താഴ്ച സംഭവിക്കുന്നത്. അപ്പൊ അഡ്ഹീഷൻ ബലം കൂടിയ ദ്രാവകങ്ങൾക്ക് ഒരു പ്രതലത്തെ നനയ്ക്കാൻ സാധിക്കും, കേശിക ഉയർച്ച സംഭവിക്കും. കൊഹീഷൻ ബലം കൂടിയ ദ്രാവകങ്ങൾക്ക് ഒരു പ്രതലത്തെ നനയ്ക്കാൻ പറ്റത്തില്ല, ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിക്കാൻ പറ്റത്തില്ല, കേശിക താഴ്ച സംഭവിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഈ കേശിക ഉയർച്ച എത്രത്തോളം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ആ കുഴലിന്റെ വ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. വണ്ണം കൂടിയ ഒരു കുഴലും വണ്ണം കുറഞ്ഞ ഒരു കുഴലും ഉപയോഗിച്ചാൽ വണ്ണം കുറഞ്ഞ കുഴലിൽ ദ്രാവകം കൂടുതൽ ഉയരത്തിലേക്ക് പോകും. വണ്ണം കൂടിയതിലോ? വണ്ണം കൂടിയതിൽ ഈ വണ്ണം കുറഞ്ഞ കുഴലിൽ ഉണ്ടായ അത്രയും ഉയർച്ച, കേശിക ഉയർച്ച ഉണ്ടാകത്തില്ല. അതിന്റെ കാരണം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. എന്താ കാരണം? വണ്ണം കുറഞ്ഞ കുഴലിനുള്ളിൽ മുകളിലേക്ക് ഉയരുന്ന ദ്രാവകം, ആ ഒരു ദ്രാവക യൂപമുണ്ട്. യൂപം എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ആകൃതിയുള്ള ആ ഭാഗത്തിനാണ് യൂപം എന്ന് പറയുക, പുട്ടിന്റെ ആകൃതി. അപ്പോ വണ്ണം കുറഞ്ഞ കുഴലിനുള്ളിലുള്ള ദ്രാവക യൂപം ചെറുതായിരിക്കും, അതിന്റെ ഭാരവും കുറവായിരിക്കും. എന്നാൽ വണ്ണം കൂടിയ കുഴലിനുള്ളിലോ ദ്രാവകത്തിന്റെ അളവ് കൂടുതലാണ്. ആ ദ്രാവക യൂപം, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ദ്രാവക യൂപത്തിന്റെ അളവ് വളരെ കൂടുതലാണ്, ഭാരം കൂടുതലായിരിക്കും. ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് ഈ എത്ര നേർത്ത കുഴൽ നമ്മൾ ദ്രാവകത്തിൽ മുക്കി വെച്ചാലും അതിനുള്ളിൽ ദ്രാവകം അനിശ്ചിതമായി ഉയരുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? കുറച്ച് ഉയർന്നിട്ട് അത് അവിടെ സ്ഥിതി ചെയ്യുകയാണ്. അത് എപ്പോഴാ സ്ഥിതി ചെയ്യുന്നത്? അങ്ങനെ നിലയ്ക്കുന്നത്, ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരും നമുക്ക് കാണാം. ഒരു കളർ ലിക്വിഡ് ആണെങ്കിൽ മുകളിലേക്ക് ഉയർന്നു വരും. ഉയർന്നു വന്നിട്ട് അത് ഒരു പ്രത്യേക ഹൈറ്റിലെത്തി അങ്ങനെ നിൽക്കും. അതിനകത്തുള്ള ദ്രാവകത്തിന്റെ ഭാരവും ഈ അഡ്ഹീഷൻ ബലവും തുല്യമാകുന്നത് വരെ മാത്രമേ അത് ഉയരത്തുള്ളൂ. അപ്പൊ വണ്ണം കൂടിയ കുഴലിനെ സംബന്ധിച്ചിടത്തോളം ഈ ദ്രാവകം ഇങ്ങനെ ഉയർന്നു പോവുകയാണ്, ഭാരം നേരെ താഴേക്ക്. അപ്പൊ അഡ്ഹീഷൻ ബലവും ഈ ഭാരവും തുല്യമാകുന്നത് വരെ മാത്രമേ കേശിക ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി അതുപോലെ ദ്രാവകങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് വിസ്കോസിറ്റി. ശ്യാനത, സ്നിഗ്ധത എന്നെല്ലാം നമ്മൾ പറയും. വിസ്കോസിറ്റി എന്ന് തന്നെയാണ് മലയാളത്തിലും എഴുതുക. എന്താണ് വിസ്കോസിറ്റി? നമുക്ക് ഒരുപാട് ദ്രാവകങ്ങൾ അറിയാം, അല്ലേ? നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. ജലം, മിൽക്ക്, ഓയിൽസ്, ഗീ, ഉരുകിയ ടാർ, ഇതെല്ലാം നമുക്ക് പരിചിതമായ വസ്തുക്കളാണ്. ഇതിൽ എളുപ്പം ഒഴുകുന്ന ദ്രാവകങ്ങളും ഉണ്ട്, എന്നാൽ അത്ര വേഗത്തിൽ ഒഴുകാത്ത ദ്രാവകങ്ങളുമുണ്ട്. എളുപ്പം ഒഴുകുന്ന ദ്രാവകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ജലം, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയതെല്ലാം എളുപ്പം ഒഴുകുന്ന ദ്രാവകങ്ങളാണ്. എന്നാൽ ഹണി, ഉരുകിയ നെയ്യ്, ടാർ, കോൾ ടാർ, ഉരുകിയ ടാർ, ഇതൊക്കെ എളുപ്പം ഒഴുകുന്നതാണോ? അല്ല. എന്താ കാരണം? ഒഴുകുന്ന ഒരു ദ്രാവകത്തെ നമുക്ക് നിശ്ചിത പാളികളായി, ലെയറുകളായി പരിഗണിക്കാം. ഒരു ഖരവസ്തു
മറ്റൊരു ഖരവസ്തുവിന് മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തത്തക്ക രീതിയിൽ അവയ്ക്കിടയിൽ ഒരു ബലം ഉണ്ടാവുന്നു. ചലനത്തെ പ്രതിരോധിക്കത്തക്ക രീതിയിൽ ആ ബലത്തിന് നമ്മളൊരു പേരിട്ടു, ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുപോലെ ദ്രാവക പടലങ്ങൾക്കിടയിൽ, ലിക്വിഡ് ലേയേഴ്സിനിടയിൽ ഒരു എതിർക്കൽ ബലം, ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും. ചലനത്തെ തടസ്സപ്പെടുത്തത്തക്ക രീതിയിൽ വിധത്തിൽ വ്യത്യസ്ത ദ്രാവക പടലങ്ങൾക്കിടയ്ക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണബലം തന്നെയാണ്. ഖരാവസ്ഥയിൽ ഘർഷണബലം എന്ന് പറയും, ഇവിടെയും ഘർഷണബലം തന്നെയാണ്. ആ ഘർഷണബലത്തെയാണ് വിസ്കോസിറ്റി എന്ന് പറയുക. അങ്ങനെ ഉണ്ടാവുന്ന ബലത്തിന് നമ്മൾ വിസ്കസ് ബലം എന്ന് പറയും. മലയാളത്തിൽ സ്നിഗ്ധ ബലം എന്ന് പറയും. സാധാരണ പുസ്തകങ്ങളിലും പരീക്ഷാ പേപ്പറുകളിലൊന്നും അങ്ങനെ, ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കാണാറില്ല. വിസ്കസ് ബലം എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ വിസ്കസ് ബലം കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകങ്ങളെന്നും കുറഞ്ഞ ദ്രാവകങ്ങളെ, വിസ്കസ് ബലം കുറഞ്ഞ ദ്രാവകങ്ങളെ സുജല ദ്രാവകങ്ങളെന്നും പറയും. ഇപ്പൊ ജലം, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ തുടങ്ങിയവയെല്ലാം സുജല ദ്രാവകങ്ങളാണ്. എന്നാൽ ഈ ഉരുകിയ ടാർ, പിന്നെ ഉരുകിയ നെയ്യ്, പിന്നെ ഹണി, ഇതെല്ലാം തന്നെ വിസ്കസ് ദ്രാവകങ്ങളും ആണ്. ഈ വിസ്കോസിറ്റി എന്തിനെങ്കിലും ആശ്രയിച്ചിരിക്കുന്നുണ്ടോ? ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഊഷ്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫ്രിഡ്ജിനുള്ളിൽ വെച്ച നെയ്യ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താൻ സാധിക്കത്തില്ല. അതിനെ ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ പകർന്നെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ടാർ, അത് ഉപയോഗിക്കണമെങ്കിൽ ചൂടാക്കണം. നമ്മൾ അതുപോലെ എന്താണ്, ദോശ തയ്യാറാക്കുന്ന സമയത്ത് ദോശക്കല്ല് ചൂടായതിന് ശേഷമാണ് ഓയിൽ പുരട്ടുന്നത്. എന്താ കാരണം? ചൂടാകുമ്പോൾ ഓയിൽ എല്ലായിടത്തും ഒരേ രീതിയിൽ വ്യാപിക്കും. അതിന് ഒഴുകാനുള്ള ശേഷി, വ്യാപിക്കാനുള്ള ശേഷി കൂടുകയാണ്, വിസ്കോസിറ്റി കുറയുകയാണ്. അപ്പോ ഊഷ്മാവ് അഥവാ താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയും. ഊഷ്മാവ് കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. അതാണ് നമ്മൾ നെയ്യ് ഉരുക്കി ഉപയോഗിക്കുന്നത്, ടാർ ഉരുക്കി ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് വിസ്കോസിറ്റി ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്ന സമയത്ത്, ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് അയാളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുക എന്നതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇലക്ട്രിക് ഷോക്ക് ലഭിക്കുമ്പോൾ, ഏൽറ്റാൽ, ഒരു വ്യക്തിക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുമ്പോൾ അയാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയും. അപ്പൊ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടിയ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഷോക്കേൽക്കുന്ന വ്യക്തികൾ കൂടുതലും മരണപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് മുഖേനയാണ്. അപ്പൊ അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്ന സമയത്ത് ശരീരോഷ്മാവ് കൂടുകയും രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയുകയും ചെയ്യും. അപ്പോ വിസ്കോസിറ്റി കുറഞ്ഞ രക്തത്തിന് എളുപ്പത്തിൽ എന്താണ് ശരീരത്തിന്റെ ശരീരഭാഗങ്ങളിലേക്ക് ഒഴുകാനും സാധിക്കും. ദ്രാവകങ്ങളുടെ മാത്രം ഒരു സവിശേഷ ഗുണമാണ് പ്രതലബലം.
അഥവാ സർഫസ് ടെൻഷൻ. അതായത് ദ്രാവകങ്ങളുടെ സ്വതന്ത്രമായ ഉപരിതലം വലിച്ചു കെട്ടിയ ഒരു പാട പോലെ പ്രവർത്തിക്കും. ഒരു തയ്യൽ സൂചിയോ ഒരു ബ്ലേഡോ വളരെ സാവധാനം, വളരെ സൂക്ഷ്മതയോടെ ജലോപരിതലത്തിൽ വച്ചാൽ അത് അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മുങ്ങിപ്പോകാതെ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാം. എന്താണ് ഇതിന് കാരണം? തയ്യൽ സൂചിയായാലും ബ്ലേഡ് ആയാലും ഭാരമുള്ള വസ്തുക്കളാണ്. അപ്പൊ ഈ ഭാരത്തെ സപ്പോർട്ട് ചെയ്യാനായി ജലത്തിന്റെ ഉപരിതലം ഒരു വലിച്ചു കെട്ടിയ പാട പോലെ പ്രവർത്തിക്കുകയാണ്. ഇത് തന്നെ കിണറിനുള്ളിലേക്ക് നോക്കിയാൽ കിണറിനുള്ളിലെ ജലോപരിതലത്തിൽ ചില ജലജീവികൾ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. വാട്ടർ സ്കേറ്റേഴ്സ്, വാട്ടർ ബോട്ട്മാൻ എന്നൊക്കെയാണ് അവയ്ക്ക് പേര് പറയുക. ഇവയും ഭാരമുള്ള വസ്തുക്കളാണ്, ജീവികളാണ്. അവയുടെ ഭാരത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ജലോപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജലോപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കുന്നത്? ജലതന്മാത്രകൾക്കിടയിലുള്ള കൊഹീഷൻ ബലമാണ് ജലത്തിന്റെ പ്രതലബലത്തിന് അല്ലെങ്കിൽ സർഫസ് ടെൻഷന് കാരണം. കൊഹീഷൻ ബലം ജലോപരിതലത്തിന്റെ മധ്യഭാഗത്ത് കൂടുതലായിരിക്കും. എന്നാൽ ഈ ദ്രാവകം അല്ലെങ്കിൽ ജലം ഏത് പാത്രത്തിലാണോ എടുത്തിരിക്കുന്നത് ആ പാത്രത്തിന്റെ അകവശത്ത് ഈ ദ്രാവകം സമ്പർക്കത്തിൽ വരുന്ന സ്ഥലത്ത് അല്പം ഉയർന്നിരിക്കുന്നതായി കാണാം, വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ദ്രാവകം. അതിന് കാരണം ദ്രാവക തന്മാത്രകളും ആ പാത്രത്തിന്റെ തന്മാത്രകളും തമ്മിലുള്ള അഡ്ഹീഷൻ ബലമാണ്. അതേസമയം ദ്രാവകോപരിതലത്തിന്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് അകലം കൂടുതലാണ്. അവിടെ അഡ്ഹീഷൻ ബലം കുറവും ഈ ദ്രാവക തന്മാത്രകൾ തമ്മിലുള്ള കൊഹീഷൻ ബലം കൂടുതലുമാണ്. അതുകൊണ്ട് ഉപരിതലത്തിലുള്ള തന്മാത്രകൾക്ക് താഴേക്ക് ദ്രാവകത്തിനുള്ളിലേക്ക് ഒരു വലിവ് ബലം അനുഭവപ്പെടും. ഇങ്ങനെ വലിവ് ബലം അനുഭവപ്പെടുമ്പോൾ ദ്രാവക ഉപരിതലത്തിന് ഉടനീളം ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ്, ദ്രാവക ഉപരിതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടും. ഇതാണ് പ്രതലബലത്തിന് കാരണമായി തീരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം നല്ലതാണ്. വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡിറ്റർജൻസ് ഉപയോഗിക്കുന്നു. എന്താണ് കാരണം? ഊഷ്മാവ് കൂടുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. പ്രതലബലം കുറഞ്ഞ ജലത്തിന് വസ്ത്രത്തിനുള്ളിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്കുള്ളിലേക്ക് കടന്നു പോകാനും അവിടെയുള്ള അഴുക്കിനെ അലിയിച്ചു കളയാനും സാധിക്കും. അതുപോലെ തന്നെ ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുകയും ഗ്രീസ്, ഓയിൽ തുടങ്ങിയ അഴുക്കിനെ ലയിപ്പിക്കാനും സാധിക്കും. അപ്പോ സോപ്പിന്റെ അല്ലെങ്കിൽ ഡിറ്റർജൻസിന്റെ ഉപയോഗം ജലത്തിന്റെ പ്രതലബലത്തെ കുറയ്ക്കുന്നു. താപനില കൂടുമ്പോഴും ജലത്തിന്റെ പ്രതലബലം കുറയും.
ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ദ്രാവക യൂപത്തിന് അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിന് മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുമുണ്ട്. അന്തരീക്ഷ മർദ്ദം കണക്കാക്കുന്നത് തന്നെ 76 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു മെർക്കുറി യൂപം, മെർക്കുറി കോളം പ്രയോഗിക്കുന്ന മർദ്ദത്തിന് തുല്യമായിട്ടാണ്. അന്തരീക്ഷ മർദ്ദം ഈക്വൽ ടു 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. അതായത് 76 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു മെർക്കുറി യൂപം പ്രയോഗിക്കുന്ന മർദ്ദത്തിന് തുല്യമായിട്ടാണ് അന്തരീക്ഷ മർദ്ദം കണക്കാക്കിയിരിക്കുന്നത്. ഒരു ദ്രാവക യൂപം പ്രയോഗിക്കുന്ന മർദ്ദം കണക്കാക്കുന്നതിന് P സമം HdG എന്നൊരു സമവാക്യമാണ് ഉപയോഗിക്കുന്നത്. H ദ്രാവക യൂപത്തിന്റെ ഉയരം, D ആ ദ്രാവകത്തിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത, G ഗുരുത്വാകർഷണ ബലം കൊണ്ടുള്ള ത്വരണം. ഇപ്പൊ മെർക്കുറിയെ സംബന്ധിച്ചിടത്തോളം H 76 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.76 മീറ്റർ ഇൻറ്റു ഡി. മെർക്കുറി സാന്ദ്രത വളരെ കൂടിയ ഒരു ലോഹമാണ്, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ്. 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മെർക്കുറിയുടെ സാന്ദ്രത. ഗുരുത്വാകർഷണ ബലം കൊണ്ടുള്ള ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, G 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ P സമം HdG 0.76 ഇൻറ്റു 13,600 ഇൻറ്റു 9.8 is equal to 1.03 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ദ്രാവക യൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച്, ഇപ്പൊ P സമം HdG ആണ്. ഒരു ദ്രാവകത്തെ സംബന്ധിച്ചിടത്തോളം ഡിയും ജിയും സ്ഥിരമാണ്, ഡെൻസിറ്റിയും സാന്ദ്രതയും ജിയും സ്ഥിരമാണ്. പിന്നെ എന്തിനാണ് വ്യത്യാസം വരാൻ പറ്റുന്നത്? അതിന്റെ ഉയരത്തിന് അല്ലെങ്കിൽ താഴ്ചയ്ക്ക്. അപ്പൊ ഉയരമോ താഴ്ചയോ കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന് കൂടുതൽ മർദ്ദം പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോ സമുദ്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കുളത്തിന്റെയോ അടിത്തട്ടിലാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുക. ഈ ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നത് ഈ തടാകത്തിന്റെയോ കടലിന്റെയോ ഒക്കെ അടിത്തട്ടിലാണ് എന്ന കാര്യവും ഓർമ്മിക്കുക.